താലി. രചനാ സംഭാഷണം രുദ്രപ്രിയ. ബാഗ് നിലത്തേക്കിട്ട് പായുകയായിരുന്നു ദേവി. ആർത്തലച്ച് അവൻ്റെ നെഞ്ചത്തേക്ക് വീണു ദേവി. എല്ലാം കഴിഞ്ഞ് സിദ്ധുവേട്ട ഇറങ്ങിക്കൊടുത്തു ഞാൻ, ആർക്കും ഭാരമാവാണ്ട്. എൻ്റെ ദേവേട്ടൻ്റെ കയ്യും പിടിച്ച് കയറിയ വീട്ടിൽ നിന്നും ആരോരുമില്ലാതെ അനാഥയായി ദേവി ഇറങ്ങി. നെഞ്ച് വിങ്ങുക എൻ്റെ. അവനെ അള്ളിപ്പിടിച്ചുകൊണ്ട് പറയുന്നവളെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് സിദ്ധുവിനും അറിയില്ലായിരുന്നു. മോളെ ദേവി, നീ എന്തൊക്കെയായി പറയുന്നേ? ഞങ്ങളില്ലേടി നിനക്ക്? ഞങ്ങളുള്ളപ്പോൾ നീ എങ്ങനെ അനാഥയാകും? എൻ്റെ ദേവേട്ടൻ, പൊന്നുമോൻ, ഞാൻ മാത്രം ബാക്കി. മരിക്കാൻ പേടിയായിട്ടല്ല. സിദ്ധു അത് കേട്ട് ഞെട്ടിപ്പോയി. മോളെ, ഇല്ല, മരിക്കില്ല. അച്ഛനും അമ്മയും, അവരെ കൂടി ഞാൻ. വിധിയാണെല്ലാം. നമ്മൾ അതിൽ തൂങ്ങിയാടുന്ന കളിപ്പാവകൾ. അത് നമ്മൾ ഉൾക്കൊള്ളണം ദേവി. അവളെയും കൊണ്ട് സിദ്ധു കാറിലേക്ക് കയറി. ഹരി വിളിച്ചു കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മുതൽ ടെൻഷനായിരുന്നു. അവളുടെ ബുദ്ധിയിൽ ആവശ്യമില്ലാത്ത ചിന്തകൾ ഉണ്ടാകല്ലേ എന്ന് മാത്രമായിരുന്നു പ്രാർത്ഥന. അതുകൊണ്ടാണ് അവളെ കൂട്ടാൻ വന്നത്. അതെന്തുകൊണ്ടും നന്നായെന്ന് സിദ്ധുവിന് തോന്നി. കാറിലിരിക്കുമ്പോൾ മുഴുവനും ദേവി കണ്ണടച്ച് ചാരിയിരുന്നു. ഇടതടവില്ലാതെ കണ്ണുകൾ ചാലുതീർത്തൊഴുകി. അവളുടെ സങ്കടം മുഴുവനും കരഞ്ഞു തീരട്ടെ എന്ന് സിദ്ധുവും വിചാരിച്ചു. വീടെത്തുമ്പോൾ സന്ധ്യയോടടുത്തിരുന്നു. സിദ്ധു ദേവിയെ കൂട്ടാൻ പോയതുകൊണ്ട് തന്നെ മാലതി നേരത്തെ വീട്ടിലെത്തി. മുറ്റത്ത് കാർ വന്ന് നിന്നതും അച്ഛനും അമ്മയും അപ്പച്ചിയും ഒന്നുപോലെ പുറത്തേക്ക് കണ്ണുനട്ടിരുന്നു. കാറിൽ നിന്നിറങ്ങുന്ന ദേവിയെ കണ്ടപ്പോൾ കമലത്തിൻ്റെ നെഞ്ചു വെങ്ങിപ്പോയി. തലമുടി പാറിപ്പറന്ന് എല്ലും തോലുമായ കോലം. സിദ്ധുവിൻ്റെ കൈക്കുള്ളിൽ ഒഴുതുങ്ങി വരുന്നവളെ കണ്ടപ്പോൾ മാലതിയുടെ നെഞ്ചു പിടഞ്ഞു. ആരും ഒന്നും ചോദിക്കാനും പറയാനും നിന്നില്ല. സിദ്ധു അവളെ മുറിയിൽ കൊണ്ടിരുത്തി. ബാഗ് അടുത്തായി വെച്ചു. മോൾ കുറച്ചു നേരം കിടന്നോ? ഒന്നുറങ്ങി എഴുന്നേൽക്കുമ്പോൾ കുറച്ച് ആശ്വാസം കിട്ടും. സിദ്ധു റൂമിൽ നിന്നിറങ്ങി വാതിൽ ചാരി ഉമ്മറത്തേക്ക് വന്നു. ദേവി ബാഗ് തുറന്ന് ഫോട്ടോസ് എടുത്ത് മേശമേൽ വെച്ചു. ദേവൻ്റെയും അമ്പൂട്ടൻ്റെയും ഡ്രസ്സ് ബാഗിൽ നിന്നെടുത്ത് ബെഡിൽ നിരത്തി വെച്ചു. അതിൽ മുഖം ചേർത്തു. ആ ഗന്ധം ശ്വസിച്ചു. കണ്ണുകൾ മുറുക്കെ അടച്ചു കിടന്നു. സിദ്ധു, എൻ്റെ കുഞ്ഞ്. മാഷച്ചൻ നെഞ്ചിൽ കൈ ചേർത്ത് കസേരയിലേക്ക് ചാഞ്ഞു. ഒന്നുമില്ല അമ്മാവ. ആരും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളല്ലേ അവളുടെ ജീവിതത്തിൽ സംഭവിച്ചത്. ഒരുപാട് സമയം വേണ്ടി വരും അവൾ ജീവിതത്തിലേക്ക് തിരികെ വരാൻ. അവൾക്ക് ആവശ്യമുള്ള സമയം കൊടുക്കാം. ഒന്നും പറഞ്ഞ് അവളെ വിഷമിപ്പിക്കാതിരുന്നാൽ മതി. അത് മാത്രമേ ഇപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയൂ. ഒറ്റ നിമിഷം കൊണ്ട് ഭർത്താവും കുഞ്ഞും ഇല്ലാതായി ഒറ്റപ്പെട്ടു പോയ അവളെ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ ആരാ മനസ്സിലാക്കാൻ? അമ്പൂട്ടനെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവൾ പിന്നെയും പിടിച്ചു നിന്നേനെ. ഒന്നും ചോദിച്ച് അവളെ സങ്കടപ്പെടുത്തേണ്ട. ഇപ്പോൾ അവൾ ജീവിക്കുന്നത് അവൾക്ക് വേണ്ടിയല്ല, അമ്മായിക്കും അമ്മാവനും വേണ്ടിയാണ്. അല്ലെങ്കിൽ അവളെ തന്നെ ഇല്ലാതാക്കിയേനെ. ഉറങ്ങട്ടെ, ശല്യം ചെയ്യണ്ട. മൊബൈൽ റിങ് ചെയ്തതും സിദ്ധു കോൾ അറ്റൻഡ് ചെയ്തു. ഹരി, സിദ്ധുവേട്ടാ, ഏട്ടത്തി. അവൻ്റെ ഒച്ച ഇടറിപ്പോയി. വേറെ വഴിയില്ലായിരുന്നു. അമ്മയുടെ സ്ഥാനം തന്നെയാണ് മനസ്സിൽ. പക്ഷെ ആ ജീവിതം ഏട്ടൻ്റെയും ഓർമ്മയിൽ ഇവിടെ ഇട്ട് നശിപ്പിക്കാൻ അതുകൊണ്ട് പറഞ്ഞു പോയതാണ്. എൻ്റെ ഏട്ടത്തി നെഞ്ചു പൊട്ടിയാണ് ഈ പടികൾ ഇറങ്ങിയത്. സാരമില്ലടാ, അവളുടെ മുന്നോട്ടുള്ള ജീവിതം ഒരിക്കലും ദേവനെയും മോനെയും വിചാരിച്ച് ജീവിച്ച് തീർത്തുകൂടാ. ഇപ്പോൾ തന്നെ 7-8 മാസമായില്ലേ ദേവനും മോനും മരിച്ചിട്ട്. ഇപ്പോഴും അവൾക്ക് ആ സത്യം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ കാനും പോകുന്നില്ല. അതുകൊണ്ട് ഇതാണ് നല്ലത്. അമ്മ. സിദ്ധു പകുതിയിൽ നിർത്തി. അമ്മയെ ഞാൻ ഇപ്പോഴാണ് ശരിക്കും മനസ്സിലാക്കുന്നത്. ദേവേട്ടൻ്റെ ജാതകത്തിൽ എന്തൊക്കെയോ ദോഷങ്ങളുണ്ടായിരുന്നു. അതൊന്നും നേരത്തെ അറിഞ്ഞില്ല. അച്ഛൻ്റെ അതേ ദോഷങ്ങൾ ദേവേട്ടൻ്റെയും ഏട്ടത്തിയുടെയും വിവാഹത്തിനാണ്. ജാതകങ്ങൾ ഒത്തുനോക്കാൻ പോകുമ്പോൾ ഈ കാര്യങ്ങൾ അമ്മ അറിയുന്നത്. ദേവേട്ടൻ്റെ 32ാം പിറന്നാൾ കഴിഞ്ഞ് കിട്ടിയാൽ പിന്നെ കുഴപ്പമില്ലെന്നായിരുന്നു. അടുത്ത മാസമാണ് ഏട്ടന് 32. പക്ഷെ അതിനു മുമ്പ് ഏട്ടൻ പോയി. അവർ തമ്മിൽ ഇത്രയും സ്നേഹിക്കുന്നത് കണ്ടപ്പോൾ അമ്മയ്ക്ക് പേടിയായിരുന്നു. ജോത്സ്യൻ പറഞ്ഞത് ഫലിച്ചാൽ അതാണ് അമ്മ ഏട്ടത്തിയെ എപ്പോഴും ഏട്ടനിൽ നിന്നും അകറ്റാൻ ശ്രമിച്ചു കൊണ്ടിരുന്നത്. ഏട്ടന് വേണ്ടി എന്തൊക്കെയോ പൂജയും വഴിപാടും അമ്മ കഴിപ്പിക്കുന്നുണ്ടായിരുന്നു. എല്ലാം വെറുതെയായി. അമ്മയുടെ ഗതി ഏട്ടത്തിക്കുണ്ടാകരുതെന്ന് ആഗ്രഹിച്ചു. ജാതകങ്ങൾ ചേർന്നപ്പോൾ അമ്മ വിവാഹം കുറച്ചുകൂടി കഴിഞ്ഞ് മതിയെന്ന് ശാഠ്യം പിടിച്ചതാണ്. പക്ഷെ അന്ന് ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ ബന്ധുക്കളും അമ്മയെ വഴക്കു പറഞ്ഞു. ഏട്ടനെ വിവാഹം കഴിപ്പിച്ചയക്കാൻ അമ്മയ്ക്ക് തീരുമാനമില്ലെന്നും ഏട്ടനെ കറവ പശുവാക്കുകയാണെന്നൊക്കെ. പക്ഷെ അപ്പോഴേക്കും ഏട്ടനും ഏട്ടത്തിയെ മതിയെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ ഇനി വിവാഹമേ വേണ്ടെന്ന്. ചേട്ടനോട് കാര്യം അമ്മ പറഞ്ഞപ്പോൾ ഏട്ടൻ ജാതകത്തെ അപ്പാടെ പുച്ഛിച്ചു കളഞ്ഞു. ഏട്ടൻ്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലും അങ്ങനെയല്ലേ ചെയ്യൂ സിദ്ധുവേട്ടാ.
ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, വരാനുള്ളതെല്ലാം വന്നു. ചേട്ടൻ്റെ ആത്മാവ് ഇപ്പോൾ എന്നെ ശപിക്കുന്നുണ്ടാവും അല്ലേ? ഏട്ടൻ്റെ ദേവിയെ ഇവിടെ നിന്നും ആട്ടി ഇറക്കി വിട്ടതിന് എൻ്റെ ഏട്ടനിപ്പോൾ കരയുന്നുണ്ടാവും. ഹരിയുടെ ഏങ്ങൽ ഫോണിലൂടെ സിദ്ധു കേട്ടു. ഹരി, നീ ചെയ്തതാണ് ശരി. ദേവിയുടെ ജീവിതം ഇനിയും ബാക്കിയുണ്ട്. ചിലപ്പോൾ ഇതെല്ലാം ദേവൻ നിന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതായിരിക്കും. അവൻ്റെ ദേവിയെ ഇനിയും തനിച്ചാക്കാൻ അവൻ ആഗ്രഹിക്കുന്നില്ലായിരിക്കും. അവളുടെ മനസ്സ് പാകപ്പെടാൻ ഇനിയും വർഷങ്ങൾ വേണ്ടിവരും. ചിലപ്പോൾ അതുവരെ സമാധാനത്തോടു കൂടി നമുക്ക് കാത്തിരിക്കുകയേ നിവർത്തിയുള്ളൂ. ഫോൺ കട്ടാക്കി പോക്കറ്റിലേക്ക് വെച്ച് സിദ്ധു ദീർഘമായി നിശ്വസിച്ചു. വൈകുന്നേരമായിട്ടും ദേവിയെ മുറിയിൽ നിന്നും പുറത്തേക്ക് കാണാഞ്ഞ് കമല ദേവിയുടെ മുറിയിലേക്ക് ചെന്നു. പറന്ന മുറിയിലേക്ക് കയറി അവർ ലൈറ്റിൻ്റെ സ്വിച്ച് പരതി. ലൈറ്റിട്ടതും കണ്ടു ചുരുണ്ടുകൂടിയിൽ കട്ടിലിൽ കിടക്കുന്ന അവളെ. അടുത്തേക്കിരുന്നു. ദേവൻ്റെയും അമ്പുമോൻ്റെയും തുണിയിൽ മുഖം ചേർത്ത് മാറോട് ചേർത്ത് പിടിച്ച് കിടക്കുന്നവളെ. പാറിപ്പറന്ന മുടി മാടി ഒതുക്കുമ്പോൾ കണ്ടു കരഞ്ഞു കണ്ണീർ വീണ പാടുകൾ. ഏങ്ങിപ്പോയി ആ അമ്മ മനസ്സ്. ഒരുപാടൊന്നുമില്ല, ആണായിട്ടും പെണ്ണായിട്ടും ഈശ്വരൻ ഒന്നിനെയേ കൊടുത്തുള്ളൂ. അതിൻ്റെ വിധി ഇതായിപ്പോയി. രണ്ടുപേരുടെയും സ്നേഹം കണ്ട് ഈശ്വരന്മാർക്ക് പോലും ഒരുപാട് നന്ദി പറഞ്ഞു. പക്ഷേ ആ ഈശ്വരന്മാർ തന്നെ ഇപ്പോൾ കരച്ചിൽ പുറത്തേക്ക് ചാടും എന്നായപ്പോൾ അവർ മുറിവിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഇറങ്ങാൻ നേരം ലൈറ്റ് ഓഫാക്കി. മാഷ് കസേരയിൽ ചാരിയിരിക്കുവാണ്. ഇടത് കൈകൊണ്ട് നെഞ്ച് തടവുന്നുണ്ട്. ആ കണ്ണുകളും നിറഞ്ഞിട്ടുണ്ട്. കമലം വന്ന് അടുത്തിരുന്നതും മുഖം അവർക്ക് നേരെ തിരിച്ചു. എന്തായി കമലം? സഹിക്കുന്നില്ല മാഷേ. നമ്മുടെ കുഞ്ഞിൻ്റെ കിടപ്പ് കണ്ടിട്ട് നെഞ്ച് പിടയുവാണ്. അയാൾ ഒന്നും മിണ്ടാതെ തോർത്തുകൊണ്ട് കണ്ണു തുടച്ചു. മാലതി 2 ഗ്ലാസ് കാപ്പിയുമായി ഉമ്മറത്തേക്ക് വന്നു. നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ തുടങ്ങിയാൽ എന്ത് ചെയ്യും? അവൾ ഇവിടേക്ക് തിരിച്ചു വന്നല്ലോ, അത് തന്നെ വലിയ കാര്യം. പെട്ടെന്നൊന്നും മറക്കാനും പൊറുക്കാനും പറ്റുന്നതല്ല നമ്മുടെ കുട്ടിയുടെ ജീവിതത്തിൽ സംഭവിച്ചത്. അതിൽ നിന്ന് അവൾക്ക് കരകയറാൻ കുറച്ച് സമയം വേണ്ടി വരും. അതുവരെ നമ്മൾ കാത്തിരുന്നേ മതിയാകൂ ക്ഷമയോടെ. നിങ്ങൾ രണ്ടുപേരും വേണം അവൾക്ക് ധൈര്യം പകരാൻ. അല്ലാതെ നിങ്ങളും കൂടി ഇങ്ങനെ തുടങ്ങിയാൽ എന്ത് ചെയ്യും? ഈശ്വരന്മാർക്ക് പോലും ചിലപ്പോൾ സഹിച്ചിട്ടുണ്ടാവില്ല അവരുടെ സ്നേഹം കണ്ട്. വരാനുള്ളതൊക്കെ വന്നു. ഇനി നമ്മൾ അതുമായി പൊരുത്തപ്പെടുക. ചെറിയ പ്രായമല്ലേ ആയിട്ടുള്ളൂ. അവൾക്ക് ഇനിയും ഒരു നല്ല ബന്ധം വരും. അന്നത്തെ ദിവസം അവൾ റൂമിൽ നിന്നും പുറത്തേക്ക് വന്നില്ല. പിറ്റേന്ന് രാവിലെ അമ്മ ചെന്ന് വിളിച്ചപ്പോൾ അവൾക്ക് എഴുന്നേൽക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ബെഡിൽ എണീറ്റിരുന്നപ്പോൾ അവളുടെ മുടി വാരി പിന്നിലേക്ക് കെട്ടിവെച്ചു അമ്മ. അമ്മയെ നോക്കുമ്പോൾ അവളുടെ കണ്ണ് നിറഞ്ഞു. ഞങ്ങൾക്ക് നീ മാത്രമേ ഉള്ളൂ അമ്മ പറയുമ്പോൾ അവൾ അവരുടെ മാറിലേക്ക് വീണു. എനിക്ക് ആരുമില്ലാതായില്ലേ, എൻ്റെ കുഞ്ഞിനെ പോലും. കൂടുതൽ പറയാൻ അനുവദിക്കാതെ ചേർത്ത് പിടിച്ചു. പതിയെ തലോടി. ഇങ്ങനെ മുറിയിൽ തന്നെ ഇരിക്കാതെ പുറത്തേക്ക് ഇറങ്ങി വാ. അവർ നിർബന്ധിച്ച് വാഷ്റൂമിൽ പിടിച്ച് കയറ്റി. മാറാനുള്ള ഡ്രസ്സ് കയ്യിൽ കൊടുത്തു. പുറത്ത് തന്നെ കാത്തു നിന്നു. ഏകദേശം 1/2 മണിക്കൂർ കഴിഞ്ഞു ദേവി പുറത്തേക്ക് ഇറങ്ങിയതും. മുടിയിൽ നിന്നും വെള്ളം ഇറ്റി വീഴുന്നു. അവളുടെ കയ്യിൽ നിന്നും ടവൽ വാങ്ങി തലമുടി തോർത്തി കെട്ടിവെച്ചു. അവളെയും കൂട്ടി പുറത്തേക്ക് വന്ന് ഭക്ഷണം കഴിപ്പിക്കാൻ ഡൈനിങ്ങിൽ പിടിച്ചിരുത്തി. എനിക്ക് വേണ്ടമ്മേ. തൊണ്ടയിൽ നിന്നും ഒന്നും താഴേക്ക് ഇറങ്ങുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? എത്ര ദിവസമെന്ന് വെച്ചാൽ ഇങ്ങനെ ഭക്ഷണം കഴിക്കാതെ കിടക്കുന്നത്? നീ ഭക്ഷണം കഴിക്കാതെയും കുടിക്കാതെയും ഇരുന്നാൽ പോയവർ തിരികെ വരുമോ? ഈ വയസ്സുകാലത്ത് ഞങ്ങൾക്ക് വേറെ ആരുണ്ട്? നീ മാത്രമല്ലേ ഉള്ളൂ. ദേവി മോളെ. ഇടർച്ചയോട് കൂടിയുള്ള അച്ഛൻ്റെ വിളി കേട്ടപ്പോൾ മുഖമുയർത്തി നോക്കാതിരിക്കാൻ ദേവിക്ക് കഴിഞ്ഞില്ല. അയാൾ അവളുടെ അടുത്തേക്ക് വന്നിരുന്നു. അച്ഛനെ കണ്ടപ്പോൾ സങ്കടം അടക്കാനാവാതെ അവൾ അച്ഛൻ്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് വിമ്മിക്കരഞ്ഞു. എനിക്ക് പറ്റണില്ല അച്ഛാ. ദേവി തോറ്റുപോയി. സ്നേഹിച്ച് കൊതി തീർന്നില്ല എൻ്റെ മോനെ. കണ്ട് മതിയായില്ല എൻ്റെ ദേവേട്ടനെ. എന്തിനാ അച്ഛാ വിധി എന്നോട് ഇത്രയും ക്രൂരത കാട്ടിയത്? ഞാൻ മാത്രം ബാക്കിയായി. എന്നെ മാത്രം കൂട്ടിയില്ല എൻ്റെ ദേവേട്ടൻ. ആശ്വസിപ്പിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. സ്വയം നമ്മൾ ആശ്വസിക്കണം. നീ തനിച്ചല്ല, നിന്നോടൊപ്പം അച്ഛനും അമ്മയുമുണ്ട്. നാളെ ഞങ്ങളുടെ കണ്ണടഞ്ഞാൽ നീ ഒറ്റയ്ക്കാണല്ലോ എന്ന സങ്കടം മാത്രമേ ഉള്ളൂ. മക്കൾ സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണാനാണ് ഏത് മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത്. ഇവിടെ തളർന്നു പോയാൽ പിന്നൊരിക്കലും പിടിച്ചു കയറാൻ പറ്റില്ല. എല്ലാം സഹിക്കാനും മറക്കാനുമുള്ള കരുത്ത് ഈശ്വരൻ എൻ്റെ കുട്ടിക്ക് തരട്ടെ എന്ന് മാത്രമേ അച്ഛൻ പ്രാർത്ഥിക്കാൻ കഴിയൂ. അത്രയും പറഞ്ഞുകൊണ്ട് അച്ഛൻ അവളുടെ അടുത്തു നിന്ന് എഴുന്നേറ്റ് പോയി. അമ്മ തന്നെ ഇഡ്ഡലി മുറിച്ച് ചട്നിയിൽ മുക്കി വായിൽ വെച്ച് കൊടുത്തു. 1-2 തവണ കഴിച്ചു. പിന്നെ എഴുന്നേറ്റ് മുറിയിലേക്ക് പോയി. ജനൽ കമ്പിയിൽ പിടിച്ച് പുറത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ ഇളം കാറ്റ് മുറിയിലേക്ക് വീശി. അതിൽ തൻ്റെ പ്രിയപ്പെട്ടവൻ്റെയും കുഞ്ഞിൻ്റെയും മണമാണെന്ന് തോന്നി. ആഞ്ഞു ശ്വസിച്ചു ആ ഗന്ധം. ഉള്ളിലേക്ക് ആവാഹിച്ചു.
അല്പം കഴിഞ്ഞപ്പോൾ കത്തിയമരുന്ന ചിതയും അതിനടുത്ത് തളർന്നു നിൽക്കുന്ന ദേവിയും. ഞെട്ടി കണ്ണു തുറന്നു നോക്കുമ്പോൾ എല്ലാം പുകമുറ പോലെ. എഴുന്നേറ്റ് ചാരിയിരുന്നു. ഓർമ്മകൾ വല്ലാതെ വലിച്ചു മുറുക്കുന്നു. ഇടയ്ക്ക് താനതിൽ ശ്വാസം കിട്ടാതെ പിടഞ്ഞു പോകുന്നു. ആ ഓർമ്മകളിലാണ് താനിപ്പോൾ ജീവിക്കുന്നത്. ഈ ജീവിതം അവസാനിപ്പിക്കാൻ അതിന് പഴലും കഴിയുന്നില്ലല്ലോ ഈശ്വര. കണ്ണുകളടച്ച് കണ്ണുനീർത്തുള്ളികൾ മുത്തുപോലെ ചിതറി വീണു. പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. എഴുന്നേറ്റ് കതകിനടുത്തേക്ക് ചെന്ന് ചാരി വെച്ചു. അലമാരയിൽ പതിരെത്തിയപ്പോൾ വിചാരിച്ച സാധനം കയ്യിൽ കെട്ടി. അതുമായി അവൾ ബെഡിലേക്ക് വന്നിരുന്നു. തുടരും.